ഈ ഗേള് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും ഹാൻഡിൽ ചെയ്ത് ഒഴിവാക്കാനായിട്ട് നോക്കും. ഈ ഹസ്ബൻഡിനോട് ക്വസ്റ്റ്യൻ വന്നപ്പം ഹസ്ബൻഡ് ആ ഒരു ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ പറഞ്ഞു. വൈഫിന് താല്പര്യമില്ല, അല്ലെങ്കിൽ വൈഫിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ പറയുന്ന കാര്യം വൈഫ് പറയുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയ ഹസ്ബൻഡ് തൻ്റെ കഴിവുകേടുകൾ വൈഫിൻ്റെ തലയിൽ കെട്ടി ഏൽപ്പിച്ചു. സോ അങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരാളുടെ ലൈഫ് കളയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. സോ എൻ്റെ അനുഭവത്തിൽ തന്നെ 2 ആൾക്കാർ ഇപ്പം അങ്ങനെയുണ്ട്. സോ സെക്കൻഡത്തെ കാര്യം, ഒരു ഗേളും ബോയും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു, ഹാപ്പിയായി മുമ്പോട്ട് പോകുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. കുട്ടിയൊക്കെ ഉണ്ടായതിന് ശേഷം അയാൾ പറയാണ്, കുട്ടി ഉണ്ടായി നോക്കി, അല്ലെങ്കിൽ കുട്ടിക്കൊരു 2-3 വയസ്സൊക്കെ ആയതിന് ശേഷം അയാൾക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറഞ്ഞെന്ന് മാത്രമല്ല, വൈഫിന് കാണാൻ താല്പര്യമില്ല. അപ്പം അയാൾ പറഞ്ഞു, എനിക്കെന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൊസൈറ്റി എന്നെ അതിന് സമ്മതിക്കുന്നില്ല. ഒരു ആണാണെങ്കിൽ കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം. സൊസൈറ്റീനെ പേടിച്ച് ഞാൻ കല്യാണം കഴിച്ചു. അൺഎക്സ്പെക്റ്റഡ്ലി കുട്ടികളുണ്ടായി, അതിനെ നോക്കി. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രഷർ താങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞത്. സോ അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. സോ ഈ ഫസ്റ്റത്തെ കേസിലും സെക്കൻഡത്തെ കേസിലും ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് പുറത്ത് മാത്രമേ ശരീരം ആണുങ്ങളതുള്ളൂ, ശരിക്കും ക്യാരക്ടർ ആണുങ്ങളതല്ല. സോ സൊസൈറ്റീനെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാം.